വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. തൃശൂർ പീച്ചി പോലീസ് സ്റ്റേഷനിൽ തല്ലിച്ചതച്ചും കൈക്കൂലി വാങ്ങിയും പോലീസിന്റെ ഒത്തുകളി. ഹോട്ടൽ ഉടമയുടെ മകനെയും മാനേജരെയും ക്രൂരമായി മർദ്ദിച്ചതിന് പിന്നാലെ പണം വാങ്ങി കേസ് ഒതുക്കി. പരാതിക്കാരൻ ദിനേശിന് 5 ലക്ഷം രൂപ നൽകിയത് SI പറഞ്ഞിട്ടാണെന്ന് ഹോട്ടൽ ഉടമ ഔസേപ്പ് പറഞ്ഞു. പണം കൈമാറുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. മെയ് 24 പീച്ചിയിലെ ഹോട്ടലിൽ നടന്ന സംഘർഷത്തിന് പിന്നാലെയാണ് ഹോട്ടൽ ഉടമയുടെ മകനെയും ജീവനക്കാരനെയും പീച്ചി SI രതീഷ് കസ്റ്റഡിയിലെടുത്തത്. പോലീസ് സ്റ്റേഷനിലെത്തിയ ഇവരെ SIയുടെ നേതൃത്വത്തിൽ ക്രൂരമായി മർദ്ദിച്ചു. ഇതിനുശേഷമായിരുന്നു പോലീസിന്റെ ഒത്തുതീർപ്പ് നീക്കം. ഈ പരാതിക്കാരനായ ദിനേഷുമായിട്ട് സെറ്റിൽ ചെയ്യാനാണ് പറയുന്നത്. അവന് എന്താണോ കൊടുക്കേണ്ടത് കൊടുത്ത് സെറ്റിൽ ചെയ്യുക. ഈ പ്രശ്നം തീർക്കണമെങ്കിൽ 5 ലക്ഷം രൂപ തരണം. അപ്പോൾ 3 ലക്ഷം രൂപ SHO എടുക്കും. 2 ലക്ഷം രൂപ ഈ ദിനേശ് എടുക്കും. ഹോട്ടൽ ഉടമയായ പട്ടിക്കാട് സ്വദേശി ഔസേപ്പിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. മകനെതിരെ പോക്സോ വകുപ്പടക്കം ചുമത്തുമെന്നായിരുന്നു ഭീഷണി. ഈ പരാതിക്കാരന് നിങ്ങൾ ബിരിയാണി അവൻ്റെ വായിൻ്റെ ഉള്ളിലേക്ക് കുത്തിയിറക്കി അവനെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള വധശ്രമം ഉൾപ്പെടെ അവൻ്റെ കൂടെയുള്ള ആ കുട്ടി 18 വയസ്സ് തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് പോസ്കോ വകുപ്പ് വരെ എടുക്കും നിങ്ങൾക്കെതിരെ. എന്നാൽ ഔസേപ്പിന്റെ ആരോപണങ്ങൾ ആദ്യ പരാതിക്കാരൻ ദിനേശ് തള്ളി. ആശുപത്രി ചിലവിന് 5000 രൂപ മാത്രമാണ് വാങ്ങിയതെന്ന് ദിനേശ്. എനിക്ക് ആ ഹോസ്പിറ്റൽ ചെലവിന് 5000 രൂപ തന്നിട്ടുണ്ട്. ആശുപത്രി കേസ് ഒഴിവാക്കണം, എന്റെ അവനെ രക്ഷിക്കണം, തല്ലിയത് ഒഴിവാക്കണം, അങ്ങനെ പറഞ്ഞിട്ട് വേറെ പൈസ ഞാൻ വാങ്ങിച്ചിട്ടില്ല, തന്നിട്ടില്ല. ദിനേശിന് പണം നൽകിയതിന് രേഖകൾ തെളിവായുണ്ടെന്ന് ഔസേപ്പും വ്യക്തമാക്കി. ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് പീച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. തൃശൂർ. വയനാട് പെരിക്കല്ലൂരിൽ വീട്ടിൽ നിന്ന് മദ്യവും തോട്ടകളും പിടികൂടിയ കേസിൽ വഴിത്തിരിവ്. സംഭവത്തിൽ 17 ദിവസമായി റിമാൻഡിൽ കഴിയുന്ന ഗൃഹനാഥൻ തങ്കച്ചൻ നിരപരാധിയാണ് എന്ന് പോലീസ്. കോൺഗ്രസിനകത്തെ സംഘടനാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വം തങ്കച്ചനെ കുടുക്കുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. മദ്യവും തോട്ടകളും തങ്കച്ചന്റെ വീട്ടിലെത്തിച്ച മരക്കടവ് സ്വദേശിയായ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസം 22-നാണ് പെരിക്കല്ലൂർ കാനാട്ടുമലയിൽ തങ്കച്ചനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മഫ്തിയിലെത്തിയ പോലീസ് കാർപോർച്ചിൽ നിന്ന് മദ്യവും 15ഓളം തോട്ടകളും കണ്ടെത്തുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 17 ദിവസമായി റിമാൻഡിലാണ് ഗൃഹനാഥനായ തങ്കച്ചൻ. ദുരൂഹതയാരോപിച്ച് കുടുംബം നൽകിയ പരാതിയിലാണ് വഴിത്തിരിവ്. തോട്ടകളും മദ്യവും വീട്ടിലെത്തിച്ച് തങ്കച്ചനെ കുടുക്കിയ മരക്കടവ് സ്വദേശിയും നിർമ്മാണ കോൺട്രാക്ടറുമായ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസിനകത്തുള്ള സംഘടനാ പ്രശ്നങ്ങളാണ് കാരണം. നിങ്ങൾക്ക് എന്താ പരിപാടി എന്നൊന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് കാറിൻ്റെ അടുത്തേക്ക് വന്നേച്ച് കാറിൻ്റെ അവിടുന്ന് ഇതെന്നാന്ന് ചോദിക്കുക. അപ്പോൾ ഇവനും ഒന്നും അറിയുന്നില്ല, കേൾക്കുന്നില്ല, ഇവർക്കൊന്നും അറിയത്തില്ല. അന്നേരം ഇവള് വിചാരിച്ചോ കാറിന് വല്ലോ പരിക്കും പറ്റിക്കുമോ, എന്തേലും അവരെ പോലീസുകാരെ പറ്റിച്ചിട്ട് പോകുന്നതോ വല്ലോ ആയിരിക്കും, അതിന് പിടിക്കാൻ വന്നതായിരിക്കും എന്ന് ഇവള് ഓർത്തോണ്ട് ഇവളും വന്ന് നോക്കുവാന്ന് കാറെ വല്ലതും പറ്റിയിട്ടുണ്ടോ. തങ്കച്ചൻ നിരപരാധിയെന്ന് ബോധ്യപ്പെട്ടതോടെ ഇദ്ദേഹത്തെ വിട്ടയക്കാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. മുള്ളൻകൊല്ലിയിൽ കോൺഗ്രസ് നേതൃയോഗത്തിനിടെ DCC പ്രസിഡന്റ് ND അപ്പച്ചന് നേരെ കയ്യേറ്റ ശ്രമം നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇത്തരം സംഭവങ്ങളെന്ന് വ്യക്തമായിട്ടുണ്ട്. 24 വയനാട്. UDF ഭരണകാലത്ത് നേരിട്ട പോലീസ് മർദ്ദനത്തിൽ നീതി തേടി ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങി മുൻ SFI നേതാവ്. പത്തനംതിട്ട മുൻ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണനാണ് പോലീസിനെതിരെ ആക്ഷേപവുമായി സമൂഹമാധ്യമത്തിൽ രംഗത്തെത്തിയത്. നിലവിൽ ആലപ്പുഴ DYSPയും മുൻ കോന്നി CIയുമായ മധു ബാബുവിനെതിരെയാണ് ജയകൃഷ്ണന്റെ ആരോപണം. 2012 അന്നത്തെ കോന്നി CIയുടെ നേതൃത്വത്തിൽ തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ജയകൃഷ്ണന്റെ ആരോപണം. ലാത്തിയടിയേറ്റ മുറിവുകളിൽ പെപ്പർ സ്പ്രേ അടിച്ചുവെന്നും ചെവിയുടെ ഡയഫ്രം അടിച്ചു പൊട്ടിച്ചുവെന്നും ജയകൃഷ്ണൻ പറയുന്നു. മധുബാബുവിനെതിരെ കോടതിയെ സമീപിച്ചെങ്കിലും സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകിയില്ല. കസ്റ്റഡി മർദ്ദനത്തിൽ നീതി തേടി ഹൈക്കോടതി സമീപിക്കാൻ ഒരുങ്ങുകയാണ് ജയകൃഷ്ണൻ. പോലീസ് സേന പൊതുവിൽ ഇത്തരം സംഭവങ്ങളിൽ പോലീസിന് തന്നെ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഇത്തരം ക്രിമിനൽ പോലീസ് കേരള പോലീസിൽ വെച്ചു പൊറപ്പിക്കാൻ പാടില്ല. ശക്തമായ നടപടിയെടുക്കുന്നവരെ നിയമപോരാട്ടം നടത്തും. അതേസമയം ജയകൃഷ്ണൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ അടിസ്ഥാനമില്ലെന്നും താൻ സ്വീകരിച്ച നിയമ നടപടികളുടെ വൈരാഗ്യമാണ് പരാതിക്ക് പിന്നിലെന്നുമാണ് DYSP മധുബാബുവിന്റെ വിശദീകരണം. 24 പത്തനംതിട്ട.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. കുന്നംകുളത്തെ മൂന്നാം മുറയിൽ പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം ശക്തം. സസ്പെൻഷൻ നടപടിയിൽ തൃപ്തനല്ലെന്ന് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത് VS 24നോട് പറഞ്ഞു. പോലീസിനെ നിയന്ത്രിക്കുന്നത് CPIM സെല്ലാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആരോപിച്ചു. കേസിൽ കോടതി പ്രതി ചേർത്ത 4 പോലീസുകാരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തെങ്കിലും സർവീസിൽ നിന്ന് പുറത്താക്കി നിയമപരമായ ശിക്ഷ നൽകിയാൽ മാത്രമേ തനിക്ക് നീതി ലഭിക്കൂവെന്നായിരുന്നു സുജിത് VSന്റെ പ്രതികരണം. ആദ്യമേ തന്നെ ഇവരെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം ഉണ്ടായിരുന്നത്. ഈ സർവീസിൽ തുടരാൻ ഒരിക്കലും അർഹരല്ല ഈ ഗുണ്ടാ പോലീസ്. ഡ്രൈവറായിരുന്ന ഷുഹൈർ വരെ വലിയ കുറ്റക്കാരനാണ്. അദ്ദേഹത്തെ കൂടിയിട്ട് ഈ സർക്കാരിൻ്റെ ഇപ്പോൾ ആൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ വേറൊരു പഞ്ചായത്ത് ഓഫീസിൽ AO ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ കൂടിയിട്ട് ഈ സർക്കാരിൻ്റെ ജീവനക്കാരിൽ നിന്ന് പിരിച്ചുവിടണം എന്നാണ് നമ്മുടെ ആവശ്യം. സമരം വിട്ടുവീഴ്ചയില്ലാതെ തുടരുമെന്ന് യൂത്ത് കോൺഗ്രസ്. സസ്പെൻഷന് പകരം അവരെ ടെർമിനേറ്റ് ചെയ്യണം. ഈ 2 വർഷക്കാലവും ഈ പ്രശ്നമുണ്ടായതിനു ശേഷം, ഈ 2 വർഷക്കാലവും സുജിത്തിൻ്റെ പരാതി ഉണ്ടായതിനു ശേഷവും അന്വേഷണ റിപ്പോർട്ട് കൈപ്പറ്റിയതിനു ശേഷമുള്ള സമയത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ കൈപ്പറ്റിയ ശമ്പളം ഉൾപ്പെടെ തിരിച്ചുപിടിച്ച് അവരെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള സമരപരിപാടികൾ ഞങ്ങൾ തുടർന്ന് തന്നെ മുന്നോട്ട് പോകും. മർദ്ദനത്തിന്റെ CCTV ദൃശ്യമടക്കം ആഭ്യന്തര വകുപ്പിന്റെ കയ്യിലുണ്ടായിട്ടും പോലീസുകാരെ സംരക്ഷിച്ചെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ഈ കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. അവർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം. പോലീസിനെതിരെ വിമർശനവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും രംഗത്തെത്തി. വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണ്, അടിയന്തരാവസ്ഥ തന്നെയാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മർദ്ദനത്തിനിരയായ സുജിത് VSനെ വീട്ടിലെത്തി കാണും. 24 തൃശൂർ. സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി മന്ത്രി V ശിവൻകുട്ടി. 8 മാസം കഴിഞ്ഞ് പറയാം എന്നായിരുന്നു ശിവൻകുട്ടിയുടെ പ്രതികരണം. ഒരു 8 മാസം കഴിഞ്ഞ് നോക്കാം, വീണ്ടും നോക്കാം. തിരുവനന്തപുരം ഉള്ളൂർക്കോണത്ത് പിതാവ് മകനെ വെട്ടിക്കൊലപ്പെടുത്തി. വലിയവിള പുത്തൻവീട്ടിൽ ഉല്ലാസാണ് കൊല്ലപ്പെട്ടത്. മദ്യലഹരിയിലായിരുന്നു കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പിതാവ് ഉണ്ണികൃഷ്ണൻ നായരെ പോത്തൻകോട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉള്ളൂർക്കോണം നാലുമുക്ക് നവോദയ നഗറിലാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. അകന്നു കഴിയുന്ന ഭാര്യയോടാണ് കൊലപാതകപുരം ഉണ്ണികൃഷ്ണൻ നായർ അറിയിക്കുന്നത്. ശേഷം ഭാര്യ ഉഷ വീട്ടിലെത്തിയപ്പോൾ മകനെ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അവർ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാരാണ്, 2 അച്ഛനും മകനും. ആ സമയത്ത് ഇവിടുന്ന് അയാളെ ഭാര്യ മാറി അടുത്തുള്ള അയൽവാസിയുടെ വീട്ടിൽ പോയി നിൽക്കും. അവർ അതേമാതിരി ഇന്നലെ 11 മണിക്ക് അവർ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇന്ന് രാവിലെ ഉണ്ണികൃഷ്ണൻ നായർ പോയി പറയുകയാണ്. പറഞ്ഞ സമയത്ത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു. അനക്കയെല്ലാം വന്ന് നോക്കണമെന്ന് പറഞ്ഞാൽ അവർ വന്ന് നോക്കിയ സമയത്താണ് മരിച്ചു കിടക്കുന്നത്. മദ്യലഹരിയിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പിതാവിനും മകനും മദ്യപാനശീലമുണ്ടായിരുന്നു. മദ്യപാനത്തെ തുടർന്ന് വീട്ടിൽ നിരന്തരം തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും. കൊല്ലം മുതുപിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പൂക്കള വിവാദം ഏറ്റെടുത്ത് BJP. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് വൈകിട്ട് സ്ഥലം സന്ദർശിക്കും. നാളെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ മാതൃകയിൽ അത്തപ്പൂക്കളമിട്ടതിന് സൈനികനടക്കം 27 പേർക്കെതിരെയാണ് കേസെടുത്തത്. രാവിലെ 7 മണിയോടെ എറണാകുളം പാലാരിവട്ടത്തായിരുന്നു ഷെയ്ഖ് ഷായുടെ അതിക്രമം. ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്ന യുവതികളെ ആദ്യം യുവാവ് ശല്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ കത്തികാട്ടി പുറകെ ചെന്ന് ഭീഷണിപ്പെടുത്തി. സംഭവം കണ്ടെത്തിയ കൊല്ലം സ്വദേശിയായ യുവാവിനെ വടികൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു. തുടർന്ന് നാട്ടുകാർ സാഹസികമായി പിടികൂടി പോലീസിലേൽപ്പിച്ചു. മഹാരാഷ്ട്ര സ്വദേശി ഷെയ്ഖ് ഷായാണ് പിടിയിലായത്.
നിലവിൽ ഇയാൾ പാലാരിവട്ടം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അതിക്രമങ്ങൾക്ക് കൃത്യമായ അന്വേഷണമുണ്ടാകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ 24നോട് പറഞ്ഞു. ഗസ്റ്റ് വർക്കേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇടയിൽ മയക്കുമരുന്നിന്റെയോ മറ്റോ ഇത് ഉണ്ടെങ്കിൽ നമ്മളത് നിരീക്ഷണത്തിലാണ്. ഷെയ്ഖ് ഷായ്ക്കെതിരെ മറ്റു കേസുകളുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. 24 കൊച്ചി. ഇന്ന് രാവിലെ കൊച്ചി പാലാരിവട്ടത്ത് വെച്ച് ഇതര സംസ്ഥാനക്കാരനായ ഒരാളുടെ പരാക്രമമായിരുന്നു. അതിൻ്റെ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ റിപ്പോർട്ടിലേക്ക് നമ്മൾ തിരികെ എത്തും. അതിനു മുമ്പ് മറ്റൊരു റിപ്പോർട്ട് കാണാം. കൊല്ലത്ത് തിരുവോണനാളിൽ ദളിത് കുടുംബത്തിന് നേരെ ലഹരി സംഘത്തിന്റെ അക്രമം. വീട് കയറിയുള്ള ആക്രമണത്തിൽ കുട്ടികളടക്കം 11 പേർക്ക് പരിക്കേറ്റു. ലഹരി സംഘത്തിന്റെ അസഭ്യവിളി ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് ഇടയാക്കിയത്. സംഭവത്തിൽ 18 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. തിരുവോണ ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. വീടിന് മുന്നിലൂടെ ബൈക്കുകളിൽ പോയ ലഹരി സംഘം സ്ത്രീകളെ അസഭ്യം പറഞ്ഞു. ഇത് ചോദ്യം ചെയ്തതോടെയാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി അക്രമം അഴിച്ചുവിട്ടത്. ജാതി പറഞ്ഞായിരുന്നു മർദ്ദനമെന്ന് കുടുംബം പറയുന്നു. പെണ്ണുങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സംസാരിച്ചുകൊണ്ട് പോയി. ആരാടാ അത് എന്നും പറഞ്ഞ് ചോദിച്ച് ആ ഒരു വാക്കേ ചോദിച്ചിട്ടുള്ളൂ. വീടിന്റെ ബാക്ക് വശത്തിലൊരു വീട്, പഴയ വീടുണ്ട്. ആ വീട്ടിൽ ആളതാമസം ഇല്ലാത്തതാണ്. ആണും പെണ്ണും എല്ലാം എണ്ണം കയറിയിരുന്ന് അവിടെയാണ് വെള്ളം ഒടിക്കുന്നത്. എവിടെ നിന്നാണ് ഇത്രയും പേര് ഓടിച്ചാടി വന്നൊന്നും എനിക്കറിയാൻ വയ്യ. കേൾക്കാൻ പറ്റാത്ത ചീത്ത വിളിക്കുവാണെങ്കിൽ ഒരാൾ ജാതിയെ പറ്റിയിട്ടാണ് ചീത്ത വിളിക്കുന്നത്. 6 വയസ്സുകാരി മുതൽ 35കാരൻ വരെ ലഹരി സംഘത്തിന്റെ മർദ്ദനത്തിനിരയായി. 25 സംഘമാണ് അക്രമം നടത്തിയത്. അയലത്തുകാരെല്ലാം ഞങ്ങളെന്ന് പറയുന്നത് ഇവിടെ സ്ഥിരമായിട്ട് ഇതുള്ളതാ മോളെ, ഞങ്ങൾക്ക് ഈ കാര്യത്തിലൊന്നും ഒന്ന് ഇടപെടാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇടപെട്ട് ഞങ്ങളുടെ അവരെ പേടിച്ചാണ് ബാക്കിയുള്ളവരോട് ജീവിക്കുന്നത്. ഞങ്ങൾ ആരെങ്കിലും ഇടപെട്ട് ഞങ്ങളുടെ വീട്ടിൽ കയറി അവർ ഞങ്ങളെ അടിക്കും. ഇവിടെ സ്ഥിരമായിട്ടുള്ളതാ മക്കളെ എന്നാണ് അവർ പറയുന്നത്. വിരുന്നിനെത്തിയവരും താമസക്കാരുമടക്കം 11 പേർക്കും പരിക്കേറ്റു. സംഭവത്തിൽ 8 പേരെ ചവറ പോലീസ് അറസ്റ്റ് ചെയ്തു. വീടിന്റെ ജലച്ചില്ലുകളടക്കം ലഹരി സംഘം അടിച്ചു തകർത്തിട്ടുണ്ട്. അതേസമയം പ്രധാന പ്രതികളെ പിടികൂടിയില്ലെന്നും കുടുംബം ആരോപണം ഉന്നയിക്കുന്നു. 24 കൊല്ലം. കൊല്ലം മുതുപിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പൂക്കള വിവാദം ഏറ്റെടുക്കുകയാണ് BJP. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് വൈകിട്ട് സ്ഥലം സന്ദർശിക്കും. മുതുപ്പിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്ര പരിസരത്തെ പൂക്കളത്തിനുള്ളിൽ കാവിക്കൊടി വരയ്ക്കുകയും ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതുകയും ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. പിന്നാലെ ക്ഷേത്രസഭാ സെക്രട്ടറിയുടെ പരാതിയിൽ പൂക്കളമിട്ടവർക്കെതിരെ ശാസ്താംകോട്ട പോലീസ് കേസെടുത്തു. ഇതോടെ പ്രശ്നം ദേശീയ ശ്രദ്ധ നേടുകയും ചെയ്തു. എന്നാൽ ക്ഷേത്രപ്രതിഷ്ഠയിലുള്ള കൊടിയാണ് പൂക്കളത്തിൽ വരച്ചതെന്നും രാഷ്ട്രീയമായ ചിഹ്നങ്ങളില്ലെന്നുമാണ് പൂക്കളമിട്ടവരുടെ നിലപാട്. ദേശീയ മാധ്യമങ്ങളിലടക്കം വാർത്തയായതോടെയാണ് വിഷയം BJP ദേശീയതലത്തിൽ ചർച്ചയാക്കിയത്. സംഭവസ്ഥലം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് സന്ദർശിക്കും. നാളെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധത്തിനും ആഹ്വാനം ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ മാതൃകയിൽ അത്തപ്പൂക്കളമിട്ടതിന് സൈനികനടക്കം 27 പേർക്കെതിരെ കേസെടുത്തിരുന്നു. 24 കൊല്ലം. ഇന്റർനെറ്റിനെയും സോഷ്യൽ മീഡിയയെയും വിശ്വാസ പ്രചാരണത്തിന് ഉപയോഗിച്ച കാർലോ അക്യൂത്തിസിനെ ഇന്ന് മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിക്കും. 15-ാം വയസ്സിൽ രക്താർബുദം ബാധിച്ച് മരിച്ച കാർലോ ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ മില്ലേനിയൽ തലമുറയാണ്. ജെൻവൈ എന്നറിയപ്പെടുന്ന തലമുറയിലെ ആദ്യ വിശുദ്ധനാണ് കാർലോ അക്യൂത്തിസ്. ഇറ്റലിക്കാരനായ ജോർജിയോ ഫ്രെസൈറ്റിയെയും വിശുദ്ധനായി പ്രഖ്യാപിക്കും. കമ്പ്യൂട്ടറും ഇന്റർനെറ്റും വിശ്വാസ പ്രചാരണത്തിനുള്ള ശക്തമായ മാർഗങ്ങളാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിയാണ് കാർലോ അക്യൂത്തിസ്. 2006-ൽ 15-ാം വയസ്സിൽ രക്താർബുദം ബാധിച്ചാണ് കാർലോ അക്യൂത്തിസ് മരിച്ചത്. ലണ്ടനിൽ ജനിച്ച് ഇറ്റലിയിലെ മിലാനിൽ വളർന്ന കാർലോ 11-ാം വയസ്സിലാണ് അസീസിയിലെ തന്റെ സ്വന്തം ഇടവകയ്ക്ക് വെബ്സൈറ്റ് ആരംഭിച്ച് വിശ്വാസ പ്രമാണത്തിന് തുടക്കമിട്ടത്. വിശുദ്ധരെ പ്രഖ്യാപിക്കുന്നതിന് ക്രൈസ്തവ സഭ അംഗീകരിച്ച അത്ഭുതങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തി. പിന്നീട് വെബ്സൈറ്റ് നിർമ്മിച്ചതോടെ കാർലോ പ്രശസ്തിയിലേക്ക് ഉയർന്നു. ദൈവത്തിന്റെ ഇൻഫ്ലുവൻസർ എന്നാണ് കാർലോ അക്യൂത്തിസ് വിശേഷിപ്പിക്കപ്പെടുന്നത്. പാൻക്രിയാസിന് രോഗം ബാധിച്ച ബ്രസീലിയൻ കുട്ടിയുടെ രോഗം കാർലോയുടെ മധ്യസ്ഥതയിൽ സുഖപ്പെട്ടുവെന്നാണ് വിശ്വാസം. തുടർന്ന് 2020-ൽ കാർലോ അക്യൂത്തിസിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. അപകടത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ കോസ്റ്ററിക്കയിൽ നിന്നുള്ള വലേറി എന്ന കൗമാരക്കാരി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് കാർലോയുടെ മധ്യസ്ഥതയിലെന്ന് സഭ കണക്കിലെടുത്തു. ഇത് 2ാമത്തെ അത്ഭുതമായി സഭ ഔദ്യോഗികമായി അംഗീകരിച്ചതോടെയാണ് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്താനുള്ള തീരുമാനം. കഴിഞ്ഞ ഏപ്രിൽ 27-ന് കാർലോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് ചടങ്ങ് മാറ്റിവെക്കുകയായിരുന്നു. ഇറ്റലിയിലെ അസീസിയിൽ കാർലോ അക്യൂത്തിസിന്റെ ഭൗതിക ശരീരം മെഴുകുപയോഗിച്ച് സംരക്ഷിച്ചിരിക്കുന്ന പള്ളി ഇതുവരെ 10 ലക്ഷത്തിലധികം പേരാണ് സന്ദർശിച്ചത്. റിസർച്ച് ഡെസ്ക് 24.
ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല എന്ന് ആവർത്തിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. വിശ്വാസ സംഗമം അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്നും PS പ്രശാന്ത് പ്രതികരിച്ചു. അയ്യപ്പ സംഗമത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് പറയുന്നത് ബാലിശമാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം ചൂടുപിടിച്ചു കഴിഞ്ഞു. ശബരിമല വികസനമാണ് ബോർഡിന്റെ ലക്ഷ്യമെന്നും അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് വർഷമായി പോയെന്നേ ഉള്ളൂവെന്നും PS പ്രശാന്ത്. BJP പിന്തുണയോടുള്ള വിശ്വാസ സംഗമത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: അത് അതിന്റെ വഴിക്ക് പോകും. അവർക്ക് അത് നടത്താനുള്ള അവകാശമുണ്ട്. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെ ആർക്കും സംഘടിക്കാനും സംഘം ചേരുവാനും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ടല്ലോ. അതൊരു വഴിക്ക് നടക്കട്ടെ, ഞങ്ങളുടെ സംഗമം വേറൊരു വഴിക്ക് നടക്കും. അയ്യപ്പ സംഗമം അത്ഭുതമായി മാറുമെന്ന് പ്രതികരിച്ച വെള്ളാപ്പള്ളി നടേശൻ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന ആരോപണത്തെ പൂർണ്ണമായും തള്ളുന്നു. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമായി മാറും. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വലിയൊരു വികസനത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ്. ശബരിമലയുടെ പ്രസക്തി ലോകത്തിൻ്റെ നെറുകയിലെത്തും. ഇലക്ഷൻ ഇതുമായിട്ട് തന്നെ ബന്ധം തീർക്കുക. അതിനിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാറിനെ നേരിൽ കണ്ട് അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചു. അയ്യപ്പ സംഗമത്തിന് KPMSന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് പുന്നല ശ്രീകുമാർ അറിയിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും പങ്കെടുക്കില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പരിപാടിയെക്കുറിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരത്തെ അറിയിച്ചില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ആ വിവാദങ്ങളുടെ ഒന്നും ഭാഗമല്ല നമ്മൾ. കാരണവശാലും ഇല്ല. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറയണമായിരുന്നു. എന്താ ഇത്രയും കാലം പറഞ്ഞില്ല? അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വീണ്ടും വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മുഖ്യമന്ത്രിയാകാനുള്ള റിഹേഴ്സലാണ് VD സതീശൻ നടത്തുന്നത്. എന്നാൽ VD സതീശന്റെ സംസാരം ശരിയല്ല. മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത നിശ്ചയിക്കേണ്ടത് ജനങ്ങളാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പുള്ളി ഇപ്പോഴേ മുഖ്യമന്ത്രിയാകാനുള്ള റിഹേഴ്സലാണ് നടത്തിക്കൊണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ഒരു സമീപനവും അതുപോലെ സംസാരവും പുള്ളിക്ക് കാണുന്നില്ല. യോഗ്യത ഉണ്ടെന്ന് നമ്മൾ ഭാവിച്ചാൽ പോരല്ല. നമ്മളെ അതിനുള്ള യോഗ്യതയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ജനമല്ലേ. GST പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ന് BJP MPമാരും നേതാക്കളും ആദരിക്കും. പാർലമെന്റ് സമുച്ചയത്തിൽ നടക്കുന്ന BJP MPമാർക്കുള്ള വർക്ക്ഷോപ്പിൽ വെച്ചാകും ആദരം. GST മാറ്റങ്ങളോടുള്ള പൊതുജനങ്ങളുടെ അനുകൂല പ്രതികരണം ഉയർത്തിക്കാട്ടുന്നതിനും വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ തന്ത്രങ്ങൾ മെനയുന്നതിനുമാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. വൈകിട്ട് 6:30യോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, JP നഡ്ഡ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും. MPമാരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുമെന്നാണ് സൂചന. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നാളെ BJPക്കും സഖ്യകക്ഷി MPമാർക്കും വേണ്ടി മോദി അത്താഴ വിരുന്നും സംഘടിപ്പിക്കും. GST പരിഷ്കരണത്തോടെ കേരളത്തിൽ കടുത്ത തിരിച്ചടി നേരിടുന്നത് ലോട്ടറി വ്യവസായത്തിനാണ്. നികുതി 40% ഉയരുന്നതോടെ ലോട്ടറി വില ഉയർത്തേണ്ടി വരും എന്നാണ് ആശങ്ക. തിരുവോണം ബമ്പറിനെ ഉൾപ്പെടെ ഇത് ബാധിച്ചേക്കും. വിഷയത്തിൽ അടിയന്തര തീരുമാനമുണ്ടാകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ 24നോട് പറഞ്ഞു. പുതുക്കിയ GST നിരക്ക് ഈ മാസം 22 മുതൽ പ്രാബല്യത്തിൽ വരും. ലോട്ടറിയുടെ നികുതി 28-ൽ നിന്ന് 40% ഉയരും. ഇപ്പോൾ 500 രൂപയ്ക്ക് വിൽക്കുന്ന ഓണം ബമ്പർ 22-ാം തീയതിക്ക് ശേഷം ഏത് വിലയ്ക്ക് വിൽക്കും? വില വർദ്ധിപ്പിക്കേണ്ടി വരുമോ എന്നതുൾപ്പെടെയാണ് ആശങ്ക. 22-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം ബമ്പർ 29-ാം തീയതി വരെ വിൽക്കും. ഇട്ടുകൊണ്ടിരിക്കുന്ന ലോട്ടറിക്ക് തന്നെ 500 രൂപയുടെ എൻ്റെ ടിക്കറ്റ് അറിയാമല്ലോ, 25 കോടിയാണ് സമ്മാനം ഒന്നാണ്. ഒത്തിരി രണ്ടാം സമ്മാനമൊക്കെ 1 കോടി വെച്ച് ഒത്തിരി പേർക്കുണ്ട്. ഇതിനെ ആ സമയത്ത് തന്നെ നമുക്ക് എങ്ങനെ ഈ ടാക്സ് മാറ്റുക എന്നൊക്കെ പറഞ്ഞ വലിയ പ്രായോഗികമായ പ്രശ്നമാണ്. അതാണ് ഒരു കാര്യം. ലോട്ടറി ബമ്പർ ഉൾപ്പെടെ എല്ലാം. അതുപോലെ GST കൗൺസിലും കേന്ദ്ര ധനമന്ത്രിയെയും നേരിട്ട് കണ്ട് പ്രതിസന്ധി അറിയിച്ചു. പക്ഷേ കേരളത്തിന്റെ പരാതി പരിഗണിച്ചിട്ടില്ല. അടിയന്തരമായി ലോട്ടറി തൊഴിലാളികളെ ഉൾപ്പെടെ യോഗം വിളിച്ച് തീരുമാനമെടുക്കാനാണ് ആലോചന. എങ്ങനെയാണ് ഈ കാര്യം കൈകാര്യം ചെയ്യുന്നതെന്നുള്ള പ്രശ്നം തന്നെയാണ്. ഈ ലോട്ടറിയുടെ വില കൂട്ടണോ, സമ്മാനങ്ങളും കമ്മീഷനും ബാക്കിയും എല്ലാം വരുന്ന പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായിട്ട് ആ കാര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യും. ഈ ആഴ്ചയൊക്കെ ആയിട്ട് അത് സംസാരിച്ച് ഒരു ധാരണയാക്കിയില്ലെങ്കിൽ ലോട്ടറി വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും. സർക്കാർ നിയന്ത്രണത്തിൽ പേപ്പർ ലോട്ടറി നടത്തുന്ന ഏക സംസ്ഥാനമാണ് കേരളം. 2 മാസം മുൻപാണ് മറ്റ് ലോട്ടറികളുടെ വില 10 രൂപ കൂട്ടി പുതുക്കി നിശ്ചയിച്ചത്. വീണ്ടും വില ഉയർത്തിയാൽ വിൽപ്പനയെ ബാധിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.
കേന്ദ്ര സർക്കാർ പുതിയ നികുതി ഘടന പ്രഖ്യാപിച്ചതോടെ പ്രതീക്ഷയിലാണ് ഗൃഹോപകരണ വാഹന വിപണി. പുതിയ നികുതി ഘടന നിലവിൽ വരുന്നതോടെ വാഹന വിലയിൽ 1 ലക്ഷം രൂപ വരെ കുറവ് വരും എന്നാണ് കരുതുന്നത്. നികുതി കുറയുന്നതോടെ ഗൃഹോപകരണ വിപണിയിലും വിലക്കുറവുണ്ടാകും. ചരക്കു സേവന നികുതിയിലെ പുതിയ സ്ലാബുകൾ ഈ മാസം 22 മുതൽ നിലവിൽ വരുന്നതോടെ വാഹന ഗൃഹോപകരണ വിപണിയിൽ വലിയ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ നികുതി ഘടന ഇടത്തരം വാഹനങ്ങളുടെ വിലയിൽ കാര്യമായ മാറ്റം കൊണ്ടുവരും. നിലവിലുള്ള 12, 28 സ്ലാബുകൾക്ക് പകരം 5, 18 സ്ലാബുകൾ വരുന്നതോടെ വാഹനങ്ങളുടെ വിലയിൽ 1 ലക്ഷം രൂപ വരെ കുറവ് പ്രതീക്ഷിക്കുന്നുണ്ട്. നികുതിയിൽ ഇളവ് വന്നാൽ അതിൻ്റെ നേട്ടം സ്വാഭാവികമായും നൈതികമായിട്ടും അത് ലഭിക്കേണ്ടത് ഉപഭോക്താവിനാണ്. ഗവൺമെൻറ് ഈ നികുതി ഇളവിൻ്റെ ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഫലപ്രദമായ ശക്തമായ ലക്ഷ്യബോധത്തോടുകൂടിയുള്ള നടപടികൾ എടുക്കണം എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. പുതിയ നികുതി ചെറിയ കാറുകളുടെയും എൻട്രി മോഡൽ ബൈക്കുകളുടെയും വില ഗണ്യമായി കുറയ്ക്കും. 1500 cc താഴെ വരുന്ന ഡീസൽ കാറുകൾക്കും വില കുറയും. വാഹന വിപണിക്ക് പുറമെ ഗൃഹോപകരണ വിപണിയിലും പുതിയ നികുതി പരിഷ്കാരം വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. പുതിയ നികുതി ഘടന പ്രാബല്യത്തിൽ വരുന്നതോടെ ആഡംബര വസ്തുക്കളുടെ വില ഉയരും. 1200 cc കൂടുതൽ കരുത്തുള്ള പെട്രോൾ കാറുകൾക്കും പ്രീമിയം ബൈക്കുകൾക്കും വില ഉയരും. പുതിയ നികുതി പരിഷ്കാരം സാധാരണക്കാരെ മുന്നിൽ കണ്ടാണ് എന്നാണ് വിപണിയിൽ നിന്നുയരുന്ന അഭിപ്രായം. പുതിയ GST സ്ലാബുകൾ നടപ്പാക്കുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് വാഹന വിപണി നോക്കിക്കാണുന്നത്. ഇടത്തരം വാഹനങ്ങൾക്ക് വില കുറയുന്നത് സാധാരണക്കാർക്കും ആശ്വാസമാകും. ക്യാമറ പേഴ്സൺ VS രാഹുലിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. കാർലോ അക്യൂത്തിസിനെ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ചടങ്ങുകൾ തുടങ്ങിയിരിക്കുന്നു. മാർപ്പാപ്പയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. കാർലോ അക്യൂത്തിസിന്റെ പേരിലുള്ള എറണാകുളം പള്ളിക്കരയിലെ പള്ളിയും വിശ്വാസി സമൂഹത്തിനു വേണ്ടി ഇന്ന് സമർപ്പിക്കുകയാണ്. PP ജെയിംസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അതുപോലെ അമൽ സുരേന്ദ്രൻ പള്ളിക്കര പള്ളിയിൽ നിന്നുള്ള വിവരങ്ങളും പങ്കുവയ്ക്കും. ആദ്യം PP ജെയിംസിലേക്കാണ്. PP ജെയിംസ്, ഈ ഇന്റർനെറ്റിന്റെ സാധ്യതകൾ, സമൂഹ മാധ്യമങ്ങളുടെ സാധ്യതകൾ, അതൊക്കെ വിശ്വാസ പ്രചാരണത്തിനായി ഉപയോഗിച്ച ഒരു കൗമാരക്കാരൻ വിശുദ്ധ പദവിയിലേക്ക് എത്തുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ദൈവത്തിൻ്റെ ഇൻഫ്ലുവൻസർ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു കൗമാരക്കാരൻ ഈ പദവിയിലേക്ക് എത്തുന്നു. എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? വത്തിക്കാനിലെ ചടങ്ങുകൾ എങ്ങനെയാണ് PP ജെയിംസ്? റീജിത്തെ, ഞാൻ വത്തിക്കാനിൽ ഏപ്രിലിൽ പോയ സമയത്ത്, പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അതിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ ശേഷം ഞാൻ റോമിൽ നിന്ന് 250 കിലോമീറ്റർ ദൂരെയുള്ള അസീസിയിലെ കുന്നുകളിൽ, അവിടെയാണ് കാർലോസ് അക്യൂറ്റസിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തു പറയാൻ പറ്റില്ല. അത് നമുക്ക് കാണാം ഗ്ലാസിലൂടെ. അവിടെ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. PP ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളും സൈബർ ലോകവും അതിനെ ഈ വിശ്വാസ പ്രചാരണത്തിനായി ഉപയോഗപ്പെടുത്തിയ ഒരു കൗമാരക്കാരൻ വിശുദ്ധ പദവിയിലേക്ക് എത്തുകയാണ്. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ മില്ലേനിയനാണ് കാർലോ അക്യൂത്തിസ് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. 2006 15-ാം വയസ്സിൽ രക്താർബുദം ബാധിച്ച് മരിച്ച കാർലോ അക്യൂത്തിസ് അനൗപചാരികമായി ഈ ദൈവത്തിൻ്റെ ഇൻഫ്ലുവൻസർ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. മില്ലേനിയൻ കാലത്ത്, അതായത് 1981 മുതൽ 96 വരെയുള്ള കാലത്ത് ജനിച്ചിട്ടുള്ള ആദ്യ വിശുദ്ധൻ എന്നുള്ള പ്രത്യേകത കൂടി ഈ കൗമാരക്കാരന് വരികയാണ്, കാർലോ അക്യൂത്തിസിന് വരികയാണ്. PP ജെയിംസ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. PP ജെയിംസിലേക്ക് എത്താം. ഇപ്പോൾ അമൽ സുരേന്ദ്രൻ പള്ളിക്കര പള്ളിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഈ വിശ്വാസം പ്രചരിപ്പിക്കാൻ സാങ്കേതിക വൈദഗ്ധ്യം ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ വിശുദ്ധ പദവിയിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. എന്താണ് പള്ളിക്കര പള്ളിയിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? അവിടെ വിപുലമായ ചടങ്ങുകൾ വൈകിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ അമൽ? കാർലോസ് അത്തിക്കസിന്റെ വിശുദ്ധ പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുന്ന പ്രഖ്യാപനം അല്പസമയത്തിനുള്ളിൽ വരാനിരിക്കുകയാണ്. ലോകത്തിൽ തന്നെ ആദ്യത്തെ, അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള, അദ്ദേഹത്തിന്റെ പേരിലുള്ള ആദ്യത്തെ പള്ളി ഇങ്ങ് കേരളത്തിൽ പള്ളിക്കരയിൽ, കാക്കനാടിനടുത്തുള്ള പള്ളിക്കരയിൽ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം ഇന്ന് നടക്കാനിരിക്കുകയാണ്. ഇന്ന് വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലിത്ത ഇവിടെ എത്തി ആശീർവാദ കർമ്മങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പള്ളി വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുക. ഏതായാലും ആ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് വിശ്വാസികൾ. ഇവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്.
വരികയാണ്. നമുക്കറിയാം കാർലോസ് അത്തിക്കസ്, അദ്ദേഹത്തെ ഈ ഒരു യുഗത്തിന്റെ തന്നെ വിശുദ്ധൻ, അല്ലെങ്കിൽ ഗോഡിന്റെ സ്വന്തം, ദൈവത്തിന്റെ സ്വന്തം വിശുദ്ധൻ, ഇൻഫ്ലുവൻസർ, ഗോഡിന്റെ സ്വന്തം ഇൻഫ്ലുവൻസർ എന്ന രീതിയിലെല്ലാം പോപ്പിന്റെ ഭാഗത്തു നിന്നടക്കം അല്ലെങ്കിൽ വത്തിക്കാന്റെ ഭാഗത്തു നിന്നടക്കം പ്രഖ്യാപനങ്ങൾ വന്നിട്ടുള്ളതാണ്. നേരത്തെ മുൻപ് മാർപ്പാപ്പയായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വിശുദ്ധ പദവിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ദേഹവിയോഗം ഉണ്ടാവുകയും പിന്നീട് ലൂയി 16 മാർപ്പാപ്പ വരികയും അദ്ദേഹം ഇപ്പോൾ ഇദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയുമാണ്. നമുക്കറിയാവുന്നതാണ്, ഇദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അസീസിയിൽ ചില്ലുകൂട്ടിൽ ഇപ്പോഴും വെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ആ ചടങ്ങ് കാണാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ തന്നെ വത്തിക്കാനിൽ എത്തിയിട്ടുണ്ട്. ഒരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അതിന് സാക്ഷികളായി അവരുണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ സിസ്റ്റേഴ്സ് എല്ലാം ഈ അൾത്താരയ്ക്ക് മുൻപിലായി പൂക്കളെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സിസ്റ്റേഴ്സ്, ഒരു പ്രതികരണം. ഇപ്പോൾ ഈ ഒരു നാടിനാകെ തന്നെ ഏറെ പ്രതീക്ഷയോടുകൂടി, അല്പസമയത്തിന് മുമ്പ് തന്നെ നമ്മൾ ആളുകളുമായി സംസാരിച്ചിരുന്നു. അവരെല്ലാം പറയുന്നത് വളരെ പ്രതീക്ഷയോടും ആഹ്ലാദത്തോടും കൂടിയാണ് ഈ ഒരു അവസരത്തെ അവർ കാണുന്നത്. ഇന്നു മുതലാണ് ഈ പള്ളിയിൽ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ കൊച്ചുനാട്ടിൽ ഇങ്ങനൊരു പള്ളി വരികയാണ്. അല്പസമയത്തിനുള്ളിൽ മെത്രാപ്പോലിത്ത് ഇവിടെ എത്തും. എന്താണ് ഈ നാട്ടുകാരൻ എന്ന നിലയിൽ എന്താണ് തോന്നുന്നത്? ആദ്യമായിട്ട് വരുന്ന ഒരു പള്ളിയാണ്. പിന്നെ പുണ്യാളുടെ പേരിൽ ഇന്ന് പുണ്യാളിനെ പ്രഖ്യാപിക്കുന്നു. ആ സമയത്ത് തന്നെ ഒരു വെഞ്ചരിപ്പ് നടത്തുന്ന ഒരു പള്ളിയാണ് ഇത്. ഇന്ന് തന്നെ ഈ ഒരു പള്ളിയുടെ പ്രവർത്തനം, ഈ പ്രഖ്യാപനം വരുന്ന ഇന്ന് തന്നെ ഈ പള്ളിയുടെ പ്രവർത്തനം നടത്തണമെന്ന് വരാപ്പുഴ അതിരൂപതയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അവർ ഇതിന്റെ ഒരുക്കങ്ങളെല്ലാം നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ ഏപ്രിലാണ് ഈ ഒരു പള്ളിയുടെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം നടക്കുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് കാർലോസ് അത്തിക്കസിന്റെ ഒരു രൂപമാണ് ഇവിടെ കാണുന്ന ഈ രൂപക്കൂട്ടിനുള്ളിലുള്ളത്. അദ്ദേഹത്തിന്റെ സോക്കർ കളിക്കുന്ന ഒരു വൈദഗ്ധ്യമുള്ള ആളായിരുന്നു. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ വളരെ പ്രാഗൽഭ്യമുണ്ടായിരുന്ന ആളാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കോഡിംഗ് പഠിച്ചെടുത്തു. 12ാമത്തെ വയസ്സിൽ മറ്റുമാണ് അദ്ദേഹം കോഡിംഗ് പഠിച്ചെടുക്കുകയും പിന്നീട് ആ കമ്പ്യൂട്ടർ വൈദഗ്ധ്യം വെച്ചുകൊണ്ട് തൻ്റെ അസീസിയിലുള്ള തൻ്റെ ഇടവകയ്ക്ക് വേണ്ടി ഒരു വെബ്സൈറ്റ് ഒരുക്കുകയും ആ വെബ്സൈറ്റിൽ നിരവധിയായിട്ടുള്ള അത്ഭുത പ്രവർത്തനങ്ങളുടെയും അല്ലെങ്കിൽ വിശ്വാസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം പ്രസിദ്ധീകരിക്കുകയും ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസത്തിന്റെ നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ അവിടെ ആ വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കുകയും ഒക്കെയാണ് അദ്ദേഹം ചെയ്തത്. പിന്നീട് ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രാവീണ്യം, സാങ്കേതിക വിദ്യയിലുള്ള ഈ പ്രാവീണ്യം ലോകം വ്യാപകമായിട്ട് ഈ ഒരു വിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. പിന്നീട് 15ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് രക്താർബുദം ബാധിക്കുകയും അദ്ദേഹം ലോകത്തോട് വിട പറയുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലണ്ടനിലാണ് കാർലോ അക്കുത്തിസ് ജനിക്കുന്നത്. വളരുന്നത് മിലാനിലാണ്. 11ാം വയസ്സിൽ, നേരത്തെ അമൽ സൂചിപ്പിച്ചതുപോലെ 11ാം വയസ്സിൽ അസീസിയിലെ സ്വന്തം ഇടവകയ്ക്ക് വെബ്സൈറ്റ് ആരംഭിച്ചുകൊണ്ടാണ് ഈ വിശ്വാസ പ്രചാരണത്തിന് ആ കൗമാരക്കാരൻ തുടക്കമിടുന്നത്. വിശുദ്ധരെ പ്രഖ്യാപിക്കുന്നതിന് സഭ അംഗീകരിച്ച അത്ഭുതങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തി ശ്രദ്ധേയനായി. അത്ഭുതങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സമിതി അംഗീകരിച്ചതോടെ വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തുന്നതിന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമിതി അന്ന് അംഗീകാരം നൽകുകയായിരുന്നു. വിശ്വാസവും സൈബർ ലോകവും സമർത്ഥമായി സംയോജിപ്പിച്ച് വിശ്വാസ പ്രചാരണത്തിൽ പുതിയ പാത തുറന്നു എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ പോകുന്നത്. ഒരു ന്യൂജൻ വിശുദ്ധനായി മാറുന്ന കാഴ്ച നമുക്ക് അല്പസമയത്തിനകം തന്നെ കാണാൻ കഴിയും. അമൽ സുരേന്ദ്രനും പി ജെയിംസും വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അമേരിക്കൻ IT കമ്പനികളിലേക്ക് നടത്തിവരുന്ന ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കമെന്ന് റിപ്പോർട്ട്. ഔട്ട്സോഴ്സിംഗിന് തീരുവ ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശം. തീവ്ര അമേരിക്കൻ വലതുപക്ഷ ആക്ടിവിസ്റ്റ് ലോറ ലൂമറിന്റെ എക്സ്പോസ്റ്റ് പുറത്തുവന്നതോടെയാണ് ഇന്ത്യയെ സാരമായി ബാധിക്കുന്ന കാര്യത്തിൽ ചർച്ചകൾ സജീവമായത്. ഇന്ത്യയും US-ഉം തമ്മിൽ വ്യാപാര യുദ്ധം തുടരുന്നതിനിടയിൽ ഇന്ത്യയിലേക്കുള്ള IT ഔട്ട്സോഴ്സിംഗ് തടയുന്ന കാര്യം പ്രസിഡന്റ് ട്രംപ് പരിഗണിക്കുന്നുണ്ടെന്ന് ട്രംപിന്റെ സഹായിയും തീവ്ര വലതുപക്ഷ പ്രവർത്തകയുമായ ലോറ ലൂമർ സമൂഹമാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. US IT കമ്പനികൾ അവരുടെ ജോലി ഇന്ത്യൻ കമ്പനികൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് തടയുന്നതിനെക്കുറിച്ച് പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ പരിഗണിക്കുന്നു. കോൾ സെന്ററുകളെ വീണ്ടും അമേരിക്കനാക്കുക, ഇംഗ്ലീഷ് സംസാരിക്കാത്ത ഒരാളുമായി സംസാരിക്കാൻ ഇംഗ്ലീഷിനായി രണ്ടമർത്തുന്ന കാലം പ്രസിഡന്റ് ട്രംപ് അവസാനിപ്പിക്കുന്നതിൽ ഞാൻ വളരെ ആവേശത്തിലാണ്. വളരെ നല്ലത്. ലൂമറിന്റെ മറ്റൊരു പോസ്റ്റ് കൂടി വന്നതോടെ ഇക്കാര്യത്തിൽ ചർച്ചകൾ സജീവമായി. IT മേഖല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ഭാഗമായതിനാൽ US കമ്പനികളിൽ നിന്നുള്ള കരാറുകൾ നഷ്ടമായാൽ ഈ നീക്കം ഇന്ത്യയെ സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. വലിയ തൊഴിൽ നഷ്ടത്തിനും ഇത് കാരണമാകും. എല്ലാ ഔട്ട്സോഴ്സിംഗിനും താരിഫ് ചുമത്തണമെന്ന് US ആക്ടിവിസ്റ്റ് ജാക്ക് പോസോബിക്കും ആവശ്യപ്പെട്ടിരുന്നു. പോസോബിക്കിന്റെ സന്ദേശം റീപോസ്റ്റ് ചെയ്തുകൊണ്ട് വൈറ്റ് ഹൗസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോയും പിന്തുണയുമായി രംഗത്തെത്തി. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് ഔട്ട്സോഴ്സിംഗ് നടത്തുന്നത്
അമേരിക്കൻ ജീവനക്കാരുടെ വേതന തൊഴിൽ അടിച്ചമർത്തലിന് കാരണമാകുന്നുവെന്നാണ് പീറ്റർ നവാരോയുടെ നിലപാട്. ന്യൂസ് ഡെസ്ക് 24. SKN40 രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയുടെ 6ാം വാരത്തിലെ ബോധവൽക്കരണ പരിപാടികൾ വൈവിധ്യം കൊണ്ടും ജനകീയ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. ലഹരി മാഫിയയുടെ പിടിയിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കാനുള്ള 1 വർഷം നീളുന്ന ഈ പ്രചാരണ പരിപാടി വിദ്യാർത്ഥികളെ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്നും മോചിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ SKN40 രണ്ടാം ഘട്ടം തുടരുകയാണ്. ജ്യോതിർഗമയ ആരംഭിക്കുന്നു. ലഹരിയിൽ നിന്ന് മുക്തി നേടിയ ശേഷം ലഹരി വിരുദ്ധ പ്രചാരണത്തിനിറങ്ങിയവരും മയക്കുമരുന്നിനെതിരെ പോരാട്ടം നയിക്കുന്നവരും ഈ ആഴ്ചയിലെ ജ്യോതിർഗമയയുടെ ഭാഗമായി. ലഹരിയുടെ പിടിയിൽ നിന്നും സിനിമാ കഥ പോലൊരു തിരിച്ചുവരവായിരുന്നു കളമശ്ശേരി സ്വദേശിയായ ജോസിന്റേത്. ലഹരി വിരുദ്ധ പ്രചാരണ രംഗത്ത് സജീവമാണ് ഇന്ന് ജോസ്. എനിക്ക് മദ്യത്തിൽ നിന്ന് ഒത്തിരി ദുരനുഭവങ്ങളാണ് ഉണ്ടായത്. ഇപ്പോൾ ഒത്തിരി പൈസ ഉണ്ടായിരുന്നപ്പോൾ ഇതൊക്കെ വിറ്റ് അവസാനം വിറ്റ് കുടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിവാഹം കഴിഞ്ഞിട്ടും അളിയന്മാർ കുറേ എൻ്റെ വീട്ടുകാർ നോക്കി ഭാര്യ ഒന്ന് കുറച്ച് കാലം നോക്കി നന്നാവില്ല എന്നപ്പോൾ അവർ എന്നെ വിട്ടിട്ട് അവർ കൊച്ചായിട്ട് പോയി കളഞ്ഞു. 11 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഏതാണ്ട് ഒരുവിധം ആ നാട്ടിൽ തന്നെ ഇതിനെതിരെ വർക്ക് ചെയ്യാൻ തുടങ്ങി. മദ്യത്തിനെതിരെ പ്രവർത്തിച്ചാലാണ് നമുക്ക് നിലനിൽപ്പുള്ളൂ. കാസർഗോഡ് ഉദുമ നാട്യരത്നം കണ്ണൻ പാട്ടാളി സ്മാരക കഥകളി ട്രസ്റ്റ് ചെണ്ടമേളവുമായി അണിചേർന്നപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായ കോഴിക്കോട് സ്വദേശി ടിൻഡുമോൾ ശബ്ദാനുകരണ കലയിലൂടെ ജ്യോതിർഗമയിൽ പങ്കാളിയായി. ഇനി അങ്ങോട്ട് വെച്ചടി കേട്ടാ ഞാൻ ഫിറ്റാണോ? ഇനി ഞാൻ കുടിക്കില്ല. ഇപ്പോഴെ നിർത്തി. സത്യം. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തിയ SKN40 കേരള യാത്രയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് SKന്റെ നാടായ കൊട്ടാരക്കര മേലിലിയിലെ ഒരു സംഘം ചെറുപ്പക്കാർ ചേർന്ന് ലഹരിക്കും അക്രമത്തിനുമെതിരെ ചെയ്ത ഹ്രസ്വചിത്രം ജ്യോതിർഗമയിലെത്തി. ലഹരി നിർമ്മാർജ്ജനത്തിനായി മലപ്പുറത്ത് ചിറയിൽ ചുങ്കം മഹൽ കമ്മിറ്റി ജാഗ്രതാ സമിതി രൂപീകരിച്ചതും തിരുവനന്തപുരം പുല്ലമ്പാറയിലെ ഗ്രാമീണ ലൈബ്രറി വായനയിലൂടെ ലഹരിയിൽ നിന്നും യുവാക്കളെ തിരിച്ചുപിടിക്കുന്നതും ഉൾപ്പെടെ ജ്യോതിർഗമയിൽ ലഹരി വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി. ലഹരിക്കെതിരെ ഇടുക്കി ബാലഗ്രാം ജവഹർലാൽ നെഹ്റു കോളേജിലെ ഓണാഘോഷവും കലയാണ് ലഹരിയെന്ന് പ്രഖ്യാപിച്ച വടകര അല്ലമീൻ ആർട്സ് ക്ലബ്ബുമെല്ലാം ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പങ്കാളികളായി. ന്യൂസ് ഡെസ്ക് 24. പോലീസ് മർദ്ദനത്തിനെതിരായ പരാതി പോലീസ് തന്നെ മുക്കിയെന്ന ആരോപണം. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ മർദ്ദനത്തിനിരയായ മുസ്ലിം ലീഗ് പ്രവർത്തകൻ സി മാമുക്കോയെയാണ് പോലീസിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. 2023 പോലീസ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ഡിസംബറിൽ കുറ്റിക്കാട്ടൂർ യത്തീംഖാനയിൽ പോലീസ് വന്നത് അറിഞ്ഞെത്തിയ സി മാമുക്കോയെയാണ് പോലീസ് ക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തിൽ ഗുരുതരമായി പരുക്കേറ്റ മാമുക്കോയയുടെ കേൾവിക്ക് തകരാർ സംഭവിച്ചു. അന്നത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP കെ സുദർശൻ, CI ആയിരുന്ന ബെന്നിലാലു എന്നിവർക്കെതിരെയാണ് ആരോപണം. പരാതി പോലീസ് തന്നെ മുക്കിയെന്ന് മാമുക്കോയ പറയുന്നു. എൻ്റെ പേരിൽ പരാതി ഇല്ലാറുമ്പോൾ തന്നെ ഒരു വിട്ടുക്കണം. ഞാൻ പിന്നെ അതാണ് നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് മെഡിക്കൽ കോളേജ് കൊടുത്തിട്ട് അന്നത്തെ PR സുധീഷ് സ്വീകരിച്ചില്ല. അതൊക്കെ എനിക്കറിയാം, ഈ പൊയ്ക്കോന്നാണ് എനിക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ പേരിൽ പോലീസ് ഇതാണല്ലോ ഓൽക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന പോലീസുകാരാണല്ലോ, ഓഫീസേഴ്സൊക്കെ ആണല്ലോ. എന്തിനാണ് തന്നെ മർദ്ദിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമല്ലെന്ന് മാമുക്കോയ. നിങ്ങളെ പേരെന്താ മാമുക്കോയല്ലേ ചോദിച്ചു. അപ്പോൾ അതെ എന്തേന്ന് ചോദിച്ചു. അവൻ എന്നെ പിന്നെ മാമുക്കോയല്ലേ ചോദിച്ചു. വീണ്ടും അതെ മാമുക്കോയാണ്, എന്താ പ്രശ്നം ചോദിച്ചു. നിങ്ങളെ വരണം സ്റ്റേഷനിൽ കയറാൻ. ഞാൻ സ്റ്റേഷനിൽ എൻ്റെ പെറ്റീഷനോ കാര്യം എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ആ ഒന്ന് തന്നാലേ വരുള്ളൂ. ഞാൻ പറഞ്ഞു ഞാനൊരു പൊതുപ്രവർത്തകനാണെന്ന് പറഞ്ഞ് കയ്യലും ഫസ്റ്റിലടിച്ച സുദർശൻ പിന്നെ ബെന്നി അടിച്ചു. വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ പ്രതിപക്ഷ നേതാവിനും അയച്ചുകൊടുത്തു. നടപടിയുണ്ടായില്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാനാണ് മുസ്ലിം ലീഗ് കുറ്റിക്കാട്ടൂർ വാർഡ് ജനറൽ സെക്രട്ടറി കൂടിയായ മാമുക്കോയയുടെ തീരുമാനം. സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. കൊച്ചിയിൽ ഇന്നും ഓൺലൈൻ തട്ടിപ്പിലൂടെ വീട്ടമ്മയെ കബളിപ്പിച്ച് പണം തട്ടി. 95,000 രൂപയാണ് ഫോർട്ട് കൊച്ചി സ്വദേശിക്ക് നഷ്ടമായത്. വെർച്വൽ അറസ്റ്റിലൂടെ 2,88,00,000 രൂപ തട്ടിയെടുത്ത കേസ് പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടാ വിമലാദിത്യ പറഞ്ഞു. തുടർച്ചയായ 4ാം ദിവസവും കൊച്ചിയിൽ ഓൺലൈൻ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തു. FM റേഡിയോയുടെ കസ്റ്റമർ കെയർ മെസ്സേജ് എന്ന വ്യാജേനയാണ് തട്ടിപ്പ് സംഘം ലിങ്ക് അയച്ചു നൽകിയത്.
പരാതിക്കാരി ലിങ്കിൽ കയറിയതിനു പിന്നാലെ അക്കൗണ്ടിലുണ്ടായിരുന്ന 95,000 രൂപ നഷ്ടമായി. ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്തു. 24 പുറത്തുവിട്ട വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് കേസിൽ വിശദമായ അന്വേഷണം നടത്താൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. സൈബർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു 25 കോടിയുടെ സൈബർ തട്ടിപ്പിൽ ആൾറെഡി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചിട്ടുണ്ട്. കേസിൻ്റെ റിവ്യൂ നമ്മൾ നടത്തിയിട്ടുണ്ട്, ആവശ്യമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. ജെറ്റ് എയർവേസ് അഴിമതി കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാണ് മട്ടാഞ്ചേരി സ്വദേശിയായ വീട്ടമ്മയിൽ നിന്ന് 2,88,00,000 രൂപ സൈബർ കൊള്ളക്കാർ തട്ടിയെടുത്തത്. ഫാർമസ്യൂട്ടിക്കൽ ഉടമയിൽ നിന്ന് 25 കോടി തട്ടിയ കേസിലും അന്വേഷണം ഊർജിതമാണ്. പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. വാർത്തകളും ബോധവൽക്കരണവും നിരന്തരം നടക്കുന്നുണ്ടെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം സൈബർ കൊള്ളക്കാരുടെ പോക്കറ്റിൽ ഇട്ടുകൊടുക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ കാണുന്നത്. പരിശോധനകളും അന്വേഷണങ്ങൾക്കും അപ്പുറം വേണ്ടത് ജാഗ്രതയാണ്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നിലെ ഗൂഢാലോചനയിൽ യൂട്യൂബറും ലോറി ഉടമയുമായ മനാഫിനെ പ്രത്യേക അന്വേഷണ സംഘം നാളെ ചോദ്യം ചെയ്യും. ചിന്നയ്യ ഹാജരാക്കിയ തലയോട്ടിയുടെ ആധികാരികത സംബന്ധിച്ച പരിശോധനയ്ക്കിടയിലാണ് മനാഫിനെ ചോദ്യം ചെയ്യുന്നത്. അതിനിടെ മതവികാരം വ്രണപ്പെടുത്തിയെന്ന പരാതിയിൽ മനാഫിനെതിരെ ഉടുപ്പി പോലീസ് കേസെടുത്തിട്ടുണ്ട്. മുൻ ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യയുടെ വെളിപ്പെടുത്തലിന് പിന്നിലെ ഗൂഢാലോചനയിൽ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് മനാഫിനെയും SIT സംഘം വിളിപ്പിച്ചിരിക്കുന്നത്. ചിന്നയ്യയുടെ വെളിപ്പെടുത്തലിൽ മനാഫ് ധർമ്മസ്ഥലയിലെത്തി നിരവധി വീഡിയോകൾ ചെയ്തിരുന്നു. ധർമ്മസ്ഥലയിലെ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളെ മനാഫ് പലപ്പോഴായി കണ്ടിട്ടുമുണ്ട്. ചോദ്യം ചെയ്യലിന് തയ്യാറാണെന്നും തനിക്ക് ഭീഷണിയുണ്ടെന്നും മനാഫ് പറഞ്ഞിരുന്നു. അതിനിടെയാണ് മതവികാരം വ്രണപ്പെടുത്താൻ ശ്രമിച്ചെന്ന പരാതിയിൽ ഉടുപ്പി പോലീസ് മനാഫിനെതിരെ കേസെടുത്തിരിക്കുന്നത്. 3 ദിവസത്തിനകം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് പോലീസ് നിർദ്ദേശം. മതസ്പർദ്ധ വളർത്തി എന്നുള്ളതാണ് എനിക്കെതിരെയുള്ള കേസ്. 2 മാസത്തോളം ഈ FIR എനിക്ക് തരാതെ ഇപ്പം പെട്ടെന്ന് എനിക്ക് ഈ FIR ഇപ്പോൾ കൊണ്ടുതരുന്നു. SIT എന്നെ വിളിപ്പിച്ചിരിക്കണ്. ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. SIT കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനാൽ ചിന്നയ്യയെ ബെൽത്തങ്ങാടി കോടതി റിമാൻഡ് ചെയ്തു. ഇന്നലെ രാത്രിയോടെ ഇയാളെ ശിവമൊഗ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. 24 ചെന്നൈ. തൃശൂർ പീച്ചി പോലീസ് സ്റ്റേഷനിലെ മർദ്ദനക്കേസ് കൈക്കൂലി വാങ്ങി ഒത്തുതീർപ്പാക്കിയ സംഭവത്തിൽ CI PM രതീഷിനെതിരെ ഉടൻ നടപടിയുണ്ടാകും. അഡീഷണൽ SP K ശശിധരന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്മേലാണ് നടപടിയെടുക്കുക. ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നാണ് കണ്ടെത്തൽ. റാഫി കരീം വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. റാഫി, മർദ്ദന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുള്ളതാണ്. പോലീസിന്റെ ഇടപെടൽ സംബന്ധിച്ച് ഗുരുതരമായ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആദ്യ നടപടി എന്ന നിലയിൽ സസ്പെൻഷനിലേക്ക് ആയിരിക്കുമോ കാര്യങ്ങൾ പോവുക? റാഫി, തീർച്ചയായും നടപടി എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്നാൽ ഉടൻ തന്നെ PM രതീഷ് എന്ന CIക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഡീഷണൽ SP ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ റിപ്പോർട്ട് ഇതിനോടകം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. പീച്ചി സ്റ്റേഷനിൽ SI ആയിരുന്ന സമയത്ത് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ഈ വർഷം ജനുവരിയിലാണ് കൈമാറിയിരിക്കുന്നത്. ഇതിനിടയിൽ രതീഷ് കടവന്ത്ര SHO ആയി ട്രാൻസ്ഫർ ലഭിച്ച് പോയിരുന്നു. ഇതോടുകൂടി ഈ റിപ്പോർട്ട് നോർത്ത് സോൺ IG-യിൽ നിന്ന് സൗത്ത് സോൺ IG-ക്ക് കൈമാറിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടി ഉണ്ടാകുക. ഈ റിപ്പോർട്ടിൽ പ്രധാനമായുള്ള പരാമർശങ്ങൾ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടി ഈ വിഷയത്തിൽ അനിവാര്യമാണ് എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ നിലവിൽ പുറത്തു വന്ന മറ്റു വിവരങ്ങളിൽ പണം വാങ്ങി കേസ് ഒതുക്കി തീർത്തു എന്നുള്ള വിവരങ്ങളിൽ അടക്കം വേണമെങ്കിൽ ഒരു പുനരന്വേഷണം നടത്താമെന്നും ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ രതീഷിനെതിരെ ശക്തമായ നടപടി ഉടൻ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ശരി, റാഫി കരീമാണ് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. ഈ മർദ്ദിച്ചു എന്നതിൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകും. കൈക്കൂലി വാങ്ങി എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ വിശദമായ അന്വേഷണത്തിലേക്കും കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. റാഫി കരീം വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.